അവതരിപ്പിക്കപ്പെടുമ്പോൾ പഴയ പരിഹാരം പുതിയ ഭാവത്തോടെ അവതരിപ്പിക്കപ്പെടുകയാണ് വേണ്ടത് എന്നതാണ് പരിഹാരം. ലോകം മുഴുവനും ഇരുളിന്റെ തമസ്സിന്റെ അരുതായ്മയുടെ ആഴിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ കാരുണ്യത്തിന്റെ മഹനീയമായ വഴിയിലൂടെ മാനവികതയെ മുഴുവനും ആടിവിളിച്ച് മലർവനിക്ക് സമാനമായ മഹിതമായ മൂല്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പ്രപഞ്ചാധികാരിയായ സർവാധിനാഥൻ അടയാളപ്പെടുത്തിയ നിയോഗിച്ചയച്ച പുണ്യങ്ങളും പവിത്രതകളും മാത്രം നിറഞ്ഞ പരിഹാരത്തിന്റെ പരവതാനിയിലേക്കുള്ള സ്വാഗതം മാത്രമാണ് പ്രിയരെ ഈ സദസ്സിൽ നിന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ മുഴുവനും അതിജയിക്കുവാൻ, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിന്റെ അരുതായ്മകളെ മുഴുവനും വിഭാടനം ചെയ്യുവാൻ പ്രപഞ്ചാധികാരിയായ ജല്ല ജലാലുഹു ഏത് പരിഹാരമാണോ നൽകിയത്, ആ പരിഹാരത്തിന്റെ തീരത്തേക്ക് കൂടുതൽ ശ്രദ്ധയോടെ അടുക്കേണ്ട സമയമാണിത്. ആ പരിഹാരം മറ്റൊന്നുമല്ല, لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم. ലോകം മുഴുവനും അംഫസായ ഏറ്റവും ഉത്തമരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആധുനിക ലോകത്തിന്റെ അഴിമതിയുടെയും അരുതായ്മയുടെയും ആഴിയിൽ നിന്ന് പരിഹാരത്തിന്റെ പറുദീസയിലേക്ക് പ്രായേണ കൂട്ടിക്കൊണ്ടുപോകാൻ പരിഹാരമായി മാനവികതയോട് പറയാനുള്ള ഏകമായ മറുപടി പുണ്യർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ കവാടത്തിലേക്ക് ലോകം കടന്നു വരിക. ഈ വിഷയം ആധികാരികമായി പറയാൻ അർഹനല്ല ഞാൻ. പക്ഷേ നിയോഗം കൊണ്ട് അല്പം ചില വാചകങ്ങൾ ലളിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആധികാരികമായി സംവദിക്കുവാൻ യോഗ്യരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ അവസരോചിതമായി നമുക്ക് വിഷയങ്ങൾ തരാറുണ്ട്. ഇവിടെ ചില ചെറിയ കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ എപ്പോഴും പ്രോജ്വലമായി പരിഗണിക്കപ്പെടുന്ന ഒരേ ഒരു പ്രമേയം, ഏതു സദസ്സിനും ഏതു സമയത്തും എപ്പോഴും കൂടുതൽ മാറ്റോടെ മാത്രം ഹൃദയങ്ങൾ ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു പ്രമേയം തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് മാലോകരുടെ മുഴുവനും സമസ്യകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം വേണമോ, അത് മദീനയിലെ രാജാവിന്റെ കവാടത്തിൽ മാത്രമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മുഴുവനും ഉത്തമരായ ഔലിയാക്കൾ, അവരിൽ നിന്ന് അത്യുത്തമരായ പ്രവാചകന്മാർ, അവരിലും അതിശ്രേഷ്ഠരായ മുർസലീങ്ങൾ, അതിലും തെരഞ്ഞെടുക്കപ്പെട്ടവരായ ആളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേരുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം. ഇന്ന് നമ്മുടെ സമൂഹം പൊതുവായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളെയും എണ്ണിപ്പറയേണ്ട ആവശ്യം ഇവിടെയില്ല. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം
രണ്ടു വിധത്തിൽ ലോകത്തോട് സംവദിക്കുകയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിദായത്തിന്റെ സംവാദം. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ ഇടപെടൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ ഇടപെടൽ ലോകമാകമാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ ഓ പ്രവാചക പ്രഭോ അവിടുത്തെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ സത്യവിശ്വാസിയും സത്യനിഷേധിയും ചരാചരങ്ങളാകമാനം ലോകത്തുള്ള എല്ലാ മണ്ഡലങ്ങളും പുണ്യപൂമാൻ പൊന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പവിത്രമായ കാരുണ്യത്തിന്റെ പ്രപഞ്ചത്തിലെ സകലങ്ങളെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നവരാണ്. എല്ലാവരും അനുഭവിക്കുന്നത് ഹബീബിന്റെ കാരുണ്യത്തിന്റെ ചിറകിന്റെ കീഴിലെ മഹനീയമായ തലങ്ങളെയാണ്. അതുകൊണ്ട് സുബ്ഹ മീലാദേ നബി ഹേ ക്യാ സഹാറ നൂർ ഹേ ആ ഗയാ ഓ നൂർ വാലാ ജിസ്കാ സാരാ നൂർ ഹേ ആൻഖ് വാലോ ആവോ ദേഖോ മാഹ തൈബാ കീ സിയാ. ലോകമാകമാനം തമസ്സിൽ കിടന്ന് യാതൊരു ഗത്യന്തരവുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോ പരിഹാരത്തിന്റെ പരവതാനി വിരിച്ച് ലോകത്തെ മുഴുവനും പറുദീസയിലേക്ക് മാടി വിളിക്കുവാനുള്ള ഏറ്റവും അതുല്യമായ പ്രതീകമാണ്, പ്രതിച്ഛായയാണ്, അല്ല എല്ലാമാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം ലഭിക്കാൻ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളില്ല. എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹബീബിന്റെ കാരുണ്യം. സത്യനിഷേധിയുടെ മുമ്പിലും ലോകത്തുള്ള എല്ലാ മണ്ഡലങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം അനുഭവിക്കുകയാണ്. അല്ലാഹു എന്തിന്റെയൊക്കെ ഉടമസ്ഥനാണോ അതിന് മുഴുവനും കരുണയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക പരിപാലകനായ അല്ലാഹു എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ആ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹൈന്ദവനായി ആദ്യം ജീവിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ച് അവസാന നിമിഷം ഹിദായത്തിന്റെ വെളിച്ചം ലഭിച്ച് മരിച്ചുപോയ കൗസർ അലി കൗസരി എന്ന പേരിൽ അറിയപ്പെട്ട ദില്ലൂറാം കൗസരി എന്ന് ആദ്യം അറിയപ്പെട്ടിട്ടുന്ന ഡൽഹിയിലെ ഹൈന്ദവ കവി അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചു പറഞ്ഞു. ഒരുപാട് ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ പ്രവാചകനെ ഇത്രയും പ്രകീർത്തിക്കുന്നത്? ഇസ്ലാമിന്റെ പ്രവാചകനെ ഹൈന്ദവനായ നിങ്ങൾ പ്രകീർത്തിക്കുകയോ? ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി, മേ ഹിന്ദു ഭീ തലബ്ഗാറെ മുഹമ്മദ് ഭീ ഹേ. ഞാൻ ഹൈന്ദവനാണ്, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്ന അവിടുത്തെയുടെ സാമീപ്യമാശിക്കുന്നയാളാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ കെ ഹശ്ർ മേ മാനാ ഖുലേ. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ് പുണ്യപ്രവാചകരുടെ മഹനീയമായ പദവി. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അതിന്റെ ശാശ്വതമായ അനുഭവത്തെ ഞാൻ ഏറ്റെടുക്കുമെന്ന് ദില്ലൂറാം കൗസരി എന്ന ഹൈന്ദവനായ കവി ഡൽഹിയിൽ നിന്ന് കവിത എഴുതി ലോകത്തോട് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന് മാനദണ്ഡങ്ങളില്ല. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും ഒരുപാട് അരുതായ്മകളുടെയും തെറ്റിന്റെയും സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോ നേരിന്റെയും നിറയുടെയും ന്യായത്തിന്റെയും വഴിയിലേക്ക് കടന്നുവരാൻ, സത്യത്തിന്റെയും നീതിയുടെയും നേർധാരയിലേക്ക് കടന്നുവരാൻ, മാതൃകായോഗ്യമായ ഒരു ജീവിതത്തിലൂടെ സ്വർഗസ്ഥരായി മാറുവാൻ നമുക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തെ അനുഭവിച്ചയാളാണ്. അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തെ അനുഭവിച്ചയാളാണ്. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ പാനീയത്തെ അനുഭവിച്ചുകൊണ്ടാണ് അബൂലഹബ് നരകത്തിന്റെ ജ്വാലയിലും കിടക്കുന്നത് എന്ന് പറയുമെങ്കിൽ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
മാർഗദർശനത്തിന്റെ മഹനീയമായ വഴിയിലേക്ക് കടന്നു പോകണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. അവിടുത്തെയുടെ കാരുണ്യത്തിന്റെ വിധാനത്തിലേക്ക് കടക്കാൻ മാനദണ്ഡങ്ങളില്ല. അവിടുത്തെയുടെ ഹിദായത്തിന്റെ വഴിയിലേക്ക് കടക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അവിടുത്തെയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരുന്ന ഭവനത്തിലേക്ക് എത്തിപ്പെടാൻ, അവിടുന്ന് നേതൃത്വം നൽകുന്ന ആരാമങ്ങളിലേക്ക് കടന്നു പോകാൻ, അതിശ്രേഷ്ഠരായ പുണ്യപ്രവാചകരുടെ മഹനീയമായ വഴികളിലൂടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് നാളെ സ്വർഗീയ ആരാമത്തിന്റെ മഹനീയമായ വാതായനത്തെ ആധികാരികമായി തുറന്ന് കാരുണ്യത്തിന്റെ മഹാപ്രപഞ്ചത്തിൽ നിന്ന് മഹനീയമായ പറുദീസയുടെ അകത്തളത്തിൽ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹുവിന്റെ നിർണയപ്രകാരം ഉന്നതങ്ങളിൽ സ്ഥാനം നൽകപ്പെടുന്ന ലോകത്തിന്റെ മുഴുവനും നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തെ ആശിക്കുന്നുവെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മാനദണ്ഡം ഏതാണ്? അൽ ഈമാനു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കലാണ്. പ്രവാചകത്വത്തിന്റെ വിലാസത്തെ സമ്മതിച്ചു കൊടുക്കുമ്പോഴാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധേയത്വത്തിന്റെ പരിധിയിലേക്ക് നാം കടക്കുന്നത്. കാരുണ്യം അനുഭവിക്കാൻ ഇവിടെ ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, പ്രപഞ്ചമാകമാനമുണ്ട്. ചലിക്കുന്നതും ചലിക്കാത്തതുമായ സസ്യജാലങ്ങളെല്ലാം അവിടുത്തെയുടെ കരുണയുടെ അരുണസ്പർശങ്ങളുടെ മഹാപ്രപഞ്ചത്തിൽ നിന്ന് താരല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധേയത്വത്തിന്റെ പരിധിയിലേക്ക് അവിടുത്തെയുടെ മഹനീയമായ കാരുണ്യത്തിന്റെ വിധാനത്തിൽ നിന്ന് ഉയർന്നുകൊണ്ട് മാർഗദർശനത്തിന്റെ മഹനീയമായ വഴിയിലേക്ക് കടക്കാൻ എവിടെയാണ് പോകേണ്ടത്? ഒന്നാമതായി അൽ ഈമാനു ബിഹി, ഹബീബിനെ കൊണ്ടുള്ള വിശ്വാസമാണ്. ലളിതമായ ഒരു ഉദാഹരണം ഓർമ്മപ്പെടുത്താം. ഹബീബിനെ അംഗീകരിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റിസാലത്തിന്റെ വിധാനത്തിൽ നിന്ന് ഏറ്റെടുക്കുമ്പോഴാണ് സമ്മതത്തിന്റെ ആമുഖമായി മാറുക. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബസ്താമിയുടെ ഒരു ശിഷ്യൻ വഴിയിലൂടെ നടന്നു പോകുന്നു. അപ്പോഴാണ് ഒരു സംഘം ആളുകൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് കിട്ടാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് കടന്നു ചെന്ന മനുഷ്യൻ ചോദിച്ചു, പ്രശ്നമെന്താണ്? ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് മഴ കിട്ടുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ പറയുകയാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ അൻസിലിസ് സമാഅ അലൈനാ മിദ്റാറാ ബിഹഖ്ഖി ഐനായ അല്ലതി റഅത് അബാ യസീദ്. ആത്മീയ മണ്ഡലത്തിലെ ജ്യോതിർഗോളങ്ങളിൽ അതുല്യമായ വിലാസങ്ങളോടെ അതിർവരമ്പുകൾ ഭേദിച്ച് ലോകത്തുള്ള ജനതയുടെ ആത്മീയ പ്രപഞ്ചത്തിലെ സാരഥികളിൽ ഒരാളായി മാറിയ ബായസീദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട കണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് കാർമേഘങ്ങളെ വർഷിപ്പിച്ചു തരേണമേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരാൾ ചോദിക്കുന്നു, അല്ല അബൂ ജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടയാളല്ലേ? അബൂ ജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടയാളല്ലേ? അപ്പോഴാണ് ഉടനടി മറുപടി വരികയാണ്, അബൂ ജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. ആമിനായുടെയും അബ്ദുല്ലാഹിയുടെയും അനാഥനായ ഒരു മകനെയാണ്
യതീമായ മോനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ പുണ്യപ്രവാചകർ ലോകത്തിന്റെ മുഴുവനും മാർഗദർശനത്തിന്റെ മഹനീയമായ പ്രപഞ്ചത്തിലെ അതുല്യ താരകമായ ഹബീബിനെ കണ്ടിട്ടില്ല. ഹബീബിനെ റസൂൽ എന്ന മാനദണ്ഡത്തോടെ പ്രവാചകർ എന്ന മഹനീയമായ കണ്ണിലൂടെ കണ്ടപ്പോഴാണ് അതുല്യമായ ആദരവിന്റെ അതിശ്രേഷ്ഠമായ ആൾക്കാരകളിൽ അവസാന കാലം വരെ ആദരിക്കപ്പെടാൻ മാത്രം ഉന്നതരായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറിയെങ്കിൽ അനിഷേധ്യമാംവിധം അപകടകരമായ ആഴിയിലേക്ക് ജീവിതത്തിൽ തന്നെ വലിച്ചെറിയപ്പെട്ട അപശക്ത വ്യക്തിയായി അബൂജഹൽ മാറിയത് ഹബീബിന് റിസാലത്തിന്റെ മഹനീയമായ വിലാസം കൊണ്ട് സമ്മതിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അബൂജഹലിന്റെ ബാഹ്യനയനങ്ങളാൽ ഹബീബിനെ കണ്ടുവെങ്കിലും പുണ്യപ്രവാചകരെ കാണാൻ അബൂജഹലിന് കഴിഞ്ഞിട്ടില്ല. ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നിയോഗം കിട്ടിയപ്പോൾ ലോകം മുഴുവനും സമ്മതിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാരാണ്? ആസ്മാൻ കെ ചാന്ദ് മേ തോ കഭി നൂർ ഹേ തൂ ന ഹോതാ तो न होता तो जहां का इंतजाम तो ज़मीन का नूर है तो आसमान का नूर है. പ്രവാചകത്വത്തിന്റെ പ്രകർഷമായ വിധാനങ്ങളിൽ നിന്ന് പ്രപഞ്ചമാകമാനം പ്രഭാവിതറിക്കൊണ്ട് ലോകത്തെ മുഴുവനും മോചനത്തിന്റെ മലവാടിയിലേക്ക് മാടി വിളിച്ച അതുല്യമായ അനുരാഗത്തിന്റെ അത്യുജ്വലമായ ജാലകളായി മാനസങ്ങളെ മുഴുവനും ആലിംഗനം ചെയ്ത് മദീനായുടെ മണൽപ്പരപ്പിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയ അതുല്യമായ രാജസിംഹാസനങ്ങളുടെ സാരഥിയായ ഹൃദയത്തിന്റെ അകത്തലത്തിരുന്നുകൊണ്ട് ആലിംഗനത്തിന്റെ 1000 കാതമുള്ള ചുംബനം നടത്തുന്ന അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധേയത്വം ലഭിക്കണമെങ്കിൽ കാരുണ്യം ലഭിക്കാൻ ഡിമാൻഡുകളൊന്നുമില്ല. ലോകം മുഴുവനും ഇപ്പോഴും കാരുണ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബിന്റെ കാരുണ്യത്തിന്റെ സന്നിധാനമാണ് നമ്മുടെ വായു. ഹബീബിന്റെ കാരുണ്യത്തിന്റെ പ്രകാശമാണ് ഈ പ്രപഞ്ചത്തിലെ ഹരിതാഭമായ സാന്നിധ്യം. ഹബീബിന്റെ കാരുണ്യത്തിന്റെ വിധാനങ്ങളാണ് നമ്മുടെ ഭക്ഷണം. വിശദാംശങ്ങളുടെ ആവശ്യമില്ലാത്ത സദസ്സായതുകൊണ്ട് കടക്കുന്നില്ല. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദാനങ്ങളുടെ കവാടമാണ്. പ്രപഞ്ചാധികാരിയുടെ പ്രദാനങ്ങളുടെ താക്കോലാണ്. അല്ലാഹു വൽ മുഅ്തി വ അന ഖാസിം. പ്രപഞ്ചാധികാരിയുടെ പ്രദാനങ്ങളുടെ കവാടമേ, അല്ലാഹുവിന്റെ ആനുകൂല്യങ്ങളുടെ വാതായനമേ, ലോകാധികാരിയുടെ സമ്മാനങ്ങളുടെ മഹനീയമായ കൈനീട്ടങ്ങളെ കൈമാറ്റം ചെയ്തു തരുന്ന നേതാവ്, ലോകത്തിന്റെ മുഴുവനും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെയുടെ വിധേയത്വം ലഭിക്കാനുള്ള ഒന്നാമത്തെ ഡിമാൻഡ് ഹബീബിനെ വിശ്വസിക്കുക എന്നതാണ്. നമുക്കത് വിശദാംശങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ രണ്ടാമതായി വരുന്നതോ അൽ-ഇഅ്തിബാറു ബിഖദ്രിഹി, അവിടുത്തെ അത്യുന്നതമായ സ്ഥാനങ്ങളെയും അംഗീകാരങ്ങളെയും അനുവദിച്ചു കൊടുക്കുകയും ആദരപൂർവ്വം അവിടുത്തെയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. ഇമാമുൽ ഖുതുബ് അബ്ദുൽ ഹഖ് ബിൻ സഈദ് അൽ-മുർസി റളിയല്ലാഹു അൻഹു അൻവാറുൻ നബി എന്ന പേരിൽ എഴുതിയ 7ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായ പണ്ഡിതന്മാരിൽ ഒരാളാണ്.
ആത്മീയ മണ്ഡലത്തിലെ രചനകളായി ഒരുപാട് അലങ്കാരം സൃഷ്ടിച്ച മഹാനാണ്. മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവങ്ങളെ 25ഓളം പ്രധാന ടൈപ്പിലായി അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമതായി ഹബീബിന്റെ സ്ഥാനമാനങ്ങളോടുള്ള സമ്മതമാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പ്രതാപത്തിന്റെ വിധാനങ്ങളിൽ അത്യുന്നതം പ്രപഞ്ചാധികാരിയാണ്. അനുഗ്രഹത്തിന്റെ പ്രപഞ്ചത്തിലെ ലോകത്തിന് മുഴുവനും ദാനം നടത്തുന്നവൻ അല്ലാഹുവാണ്. ആ പ്രതാപത്തിന്റെ രണ്ടാം സ്ഥാനം ആരുടെ കയ്യിലാണ്? വലിറസൂലിഹി, ഹബീബിന്റെ സന്നിധാനത്തിലാണ്. മൂന്നാമതോ മിഅ്സത്തുൽ മുഅ്മിനീൻ ബിഇസ്സത്തി റസൂലില്ലാഹി. സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്നറിയിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ടാണ് പ്രതാപത്തെ മുഴുവനും അടയാളപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെയുടെ പ്രതാപത്തെ എണ്ണി പറഞ്ഞിട്ട് പറയുന്നു, ബിക അയ്യാഉ ബഅദ അയ്യാഉ. അല്ലയോ പുണ്യ റസൂലേ, അവിടുത്തെയുടെ പ്രതാപം എത്ര വലുതാണ്. അൽ അസ്മിനത്തു ത്വീല, ദീർഘമായ കാലം മുഴുവനും അവിടുത്തെയോട് ചേരുമ്പോഴാണ് കാലത്തിന്റെ മൂല്യവും മൂല്യമില്ലായ്മയും വരുന്നത്. മില്ലതുൻ ആദമ ഇലാ യൗമിൽ ഖിയാമ, ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ കാലത്തിന്റെ മൂല്യവും മൂല്യമില്ലായ്മയും പരിഗണിക്കപ്പെടുന്നത് ഹബീബിലേക്ക് ചേർക്കുമ്പോഴാണ്. ഫകുല്ലു അസ്രിൻ യഫ്തഖിറു അലൽ അസ്രി അല്ലദീ ഖബ്ലഹു ലിവുജൂദിക ഫീഹി. അല്ലയോ ഹബീബേ, അവിടുത്തെയോട് ചേരുമ്പോഴാണ് ഒരു കാലത്തേക്കാൾ മറ്റൊരു കാലം പ്രധാനമാകുന്നത്, ഒരു കാലത്തേക്കാൾ മറ്റൊരു കാലം അമൂല്യമാകുന്നത്. എന്നാൽ ലോകമാകമാനമുള്ള ദിനരാത്രങ്ങളിൽ വെച്ച് മൂല്യങ്ങളുടെ പട്ടികയിൽ അത്യുന്നതമായി ഉയർന്നു നിൽക്കുന്നത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവിയുടെ പ്രഭാതമാണ്. ഉലിദൽ ഹുദാ ഫൽകായിനാതു ളിയാഉ വഫമുൽ സമാനി തബസ്സുമുൻ വസനാഉ. الروح والملأ الملائك حوله جبريل رواح بها غداء. സന്മാർഗം അവിടുന്ന് ഉദയം ചെയ്തപ്പോൾ പ്രപഞ്ചമാകമാനം പ്രദീപ്തമാവുകയും കാലത്തിന്റെ കവിളിൽ പുഞ്ചിരി വിടരുകയും ചെയ്തു എന്ന് അഹ്മദ് ശൗഖിയുടെ മനോഹരമായ കാവ്യത്തിലൂടെ അടയാളപ്പെടുത്തുമ്പോൾ ഏറ്റവും പുണ്യമായ കാലം ഹബീബ് ജീവിച്ച കാലമാണ്. അതിനോടടുത്തു നിൽക്കുന്ന കാലം അതിനോട് ചേർന്ന കാലമാണ്. അതിനോടടുത്ത് നിൽക്കുന്ന കാലം അതിനോട് തുടർന്ന കാലമാണ്. എന്നാൽ ഹബീബിന്റെ സ്ഥാനമോ അതിലേക്ക് നോക്കുമ്പോൾ പിറവിയുടെ മൂല്യത്തെക്കാൾ കൂടുതലാണ് അവിടുത്തെ ശൈശവത്തിന്റെ കാലം. അതിനേക്കാൾ അമൂല്യമാണ് അവിടുത്തെ ബാല്യകാലം. അവിടത്തിനേക്കാൾ അമൂല്യമാണ് അവിടുത്തെ അവിടുത്തെ കൗമാരത്തിന്റെ കാലം. അതിനേക്കാൾ അമൂല്യമാണ് അവിടുത്തെ യൗവനകാലം. അതിനേക്കാൾ അമൂല്യമാണ് റിസാലത്തിന്റെ പ്രഭാകണങ്ങളെ പ്രകാശഗിരിയുടെ മുകളിലെ മഹനീയമായ ഗുഹാന്തരത്തിൽ വെച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് ഖുർആൻ സമ്മാനമായി ലഭിക്കുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഫുആദിൽ ഗാരി യർതദി
يرتجف في كفه الدهر والآيات والصحف. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബലുൻ നൂറിന്റെ മുകളിലേക്ക് കയറി ചെന്നു. ആലൂസിയുടെ വ്യാഖ്യാനം, അപ്പോഴേക്കാ മല വിളിക്കുകയാണ്, ഇലയ്യ യാ റസൂലല്ലാഹ്, ഇലയ്യ യാ റസൂലല്ലാഹ്. ഒരുപാട് പ്രവാചകന്മാർക്ക് ഇരിപ്പിടമൊരുക്കിയ ഗുഹാന്തരത്തിലേക്കാണ് അവിടുന്ന് കടന്നു വരുന്നത്. ഒരുപാട് പ്രവാചകന്മാർ ആരാധനയ്ക്ക് തെരഞ്ഞെടുത്ത ഗുഹയിലേക്കാണ് കടന്നു വരുന്നത്. താഴ്വാരത്തുള്ള കഅബാലയത്തെ നേരെ നോക്കുമ്പോ കാണാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് തങ്ങൾ വരുന്നത്. പുണ്യഭൂമാന്മാരായ ഇന്നലത്തെ പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ വരിഷ്ഠമായ ഗുഹാന്തരത്തിലേക്കാണ് കടന്നു വരുന്നത്. ഇലയ്യ യാ റസൂലല്ലാഹ്. അപ്പോൾ ചോദിക്കും, ഗുഹ സംസാരിക്കുകയോ? നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. മാ മറർതു ബിഹജരിൻ വലാ ശജരിൻ ഇല്ലാ വസല്ലമ അലയ്യ. തത്തുല്യവും വ്യത്യസ്തവുമായ നിരവധി നിവേദനങ്ങളാൽ ഹദീസ് ഗ്രന്ഥങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. പക്ഷേ ആ ഹബീബിലേക്ക് ചേർന്നുകൊണ്ട് വിധേയത്വം ലഭിക്കണമോ? എന്നാൽ ഹബീബിനെ അംഗീകരിക്കുകയും അവിടുത്തെ ഉന്നതമായ സ്ഥാനങ്ങളുടെ മുമ്പിൽ വിനയാന്വിതരായി നിൽക്കുകയും വേണം. മഹബൂബ് കി മഹഫിൽ കോ മഹബൂബ് സജാത്തെ ആते हैं वही जिनको सरकार बुलाते हैं. वो लोग खुदा शाहिद किस्मत से सिकंदर है जो सरवर आलम का मिलाद बनाते हैं. പുണ്യഭൂമാൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ ദിനരാത്രങ്ങളുടെ തിലകമേ. എന്നാൽ ആ പുണ്യഭൂമാന്റെ സ്ഥാനമെന്തെന്നോ? അല്ലാഹുവിന്റെ സമ്മാനങ്ങളുടെ ദാനമാണ് അവിടുന്ന് നിർവഹിക്കുന്നത്. ആ ഹബീബിന്റെ വിധേയത്വവും അവിടുത്തെ സമ്മതവും വേണമോ? എന്നാൽ ഹബീബിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളണം. കേവലമായ ഒരു മനുഷ്യനാണെന്ന് അംഗീകരിച്ചാൽ പോരാ. കേവലനായ ഒരു സാധാരണക്കാരൻ പ്രവാചകനായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെയുടെ റിസാലത്ത് അംഗീകരിക്കണമെങ്കിൽ 3 തരം വ്യക്തിത്വം അംഗീകരിക്കണമെന്ന് ആത്മജ്ഞാനികൾ പറയുന്നു. ഒന്നേതാണ്? സാധാരണക്കാരുമായി ഇടപെടുന്ന വ്യക്തിത്വം. രണ്ടേതാണ്? മാലാഖമാരുമായി ഇടപെടുന്ന വ്യക്തിത്വം. മൂന്നാമതേതാണ്? അല്ലാഹുവിനോട് സ്വകാര്യം കൈകാര്യം ചെയ്യുന്ന പ്രൈവസിയുടെ വ്യക്തിത്വം. മിഅ്റാജിന്റെ സായാഹ്നത്തിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് കൈകാര്യം ചെയ്ത വ്യക്തിത്വം. അതിന്റെ രാത്രിയായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വഅതാഹു ജിബ്രീലുൽ അമീനു നദീമാ ഫൗഖൽ ബുറാഖി മുസറജൻ തസ്ലീമാ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുകയും കൂടെ സഞ്ചരിക്കുകയും ചെയ്ത വ്യക്തിത്വം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇപ്പൊ നമ്മൾ മസ്ജിദുൽ ഹറാമിൽ അദ്നായിൽ നിന്ന് വന്നതാണ്. ഇനി നമുക്ക് പോകേണ്ടത് അവിടുന്ന് മഹാമഹത്തായ അല്ലാഹു നിശ്ചയിച്ച ഉന്നതങ്ങളിലേക്കാണ്, അൽ അഅലയിലേക്കാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ അദ്നയിൽ നിന്ന് വന്നവരാണ്. ഇമാമുൽ മുർസിയുടെ വാചകമാണ്.
മസ്ജിദുൽ ഹറാം അവിടുന്ന് താഴ്വാരത്തിലുള്ള കിടക്കുന്ന താഴ്വാരത്തിലെ കഅബാലയത്തിൽ നിന്ന് ഉഫുഖുൽ അഅലയിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് ബൈത്തുൽ അഖ്സായിൽ നിന്ന് യാത്ര തിരിക്കുന്ന നബിയേ, ഇതുവരെ യാത്ര ചെയ്ത വാഹനമിനിയില്ല, ഇനി മലക്കിനെ പോലെ പോകണം നബിയേ. മലക്കിന്റെ കൂടെ പോയാൽ പോരാ, ഖുദാ की रज़ा चाहते हैं दो आलम, खुदा चाहता है रज़ाए മുഹമ്മദ്. പ്രപഞ്ചമാകമാനം പ്രണയം വെക്കുന്നത് പ്രപഞ്ചാധികാരിയുടെ വിധേയത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതോ പുണ്യപൂമാൻ പ്രവാചക പരിശ്രേഷ്ഠരുടെ സമ്മതമാണ്. അപ്പോൾ മലക്കിനോടൊപ്പം സഞ്ചരിച്ച തിരുനബി, മലക്കിനെ പോലെ സഞ്ചരിച്ച തിരുനബി രണ്ടാമത്തെ വ്യക്തിത്വത്തിന്റെ തലത്തിലാണ്, മലക്കൂത്തിയായ വ്യക്തിപ്രഭാവത്തിലാണ്. ഇനി അവിടെ മാത്രം നിന്നാ പോരാ, അപ്പം മലക്കുകൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ആകും. അപ്പം മലക്കുകളുടെ മാത്രം ലോകത്തുണ്ടായാൽ പോരാ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാമേ, അല്ലാഹു പ്രകാശത്തിൽ നിന്ന് പടച്ചതല്ലയോ നിങ്ങളെ? പ്രകാശത്തിന്റെ ലോകം ഇവിടെ അവസാനിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെ പടച്ച പ്രകാശത്തിന്റെ ക്വാളിറ്റി സൂര്യന്റെ വെളിച്ചത്തിൽ വിളക്ക് നിഷ്പ്രഭമാകും പോലെ പ്രകാശസാഗരത്തിൽ തിളക്കമില്ലാതെയായ ജിബ്രീൽ വഖഫ് നിൽക്കണം, ഇവിടെ അവിടെ നിൽക്കണം. ജിബ്രീലൊന്നു വഖഫ്, അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുകയാണ്. അപ്പോഴാണ് പുണ്യപൂമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹസഞ്ചാരിയായ ജിബ്രീൽ അലൈഹിസ്സലാം പറയും,